അപ്പോൾ അവരെന്നെ വഴക്ക് പറയുക. അത് കേസ് ക്വാഷായില്ലേ? They were torturing. You know, they are torturing and they are bringing in perceptions which I have not discussed at all. You understood? So, എന്നോട് ഒരാൾ വന്ന് ഇന്നാര് പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മിസ്റ്റർ ഗോവിന്ദനെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് വിജേഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു, എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി. അതിന് 30 crores ഓഫർ ചെയ്തു, പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക, ചോയ്സ് ഓഫ് മൈ കൺട്രി, ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം. അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത്. അവർ അയൽക്കാരാണ്, അവർ ഫ്രണ്ട്സാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രണ്ടാണ്. ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതാണ്. എനിക്ക് ഈ ഗോവിന്ദൻ മാഷ് ആരാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് ജനിച്ചു വളർന്നത്, ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ആൻഡ് neither am I related to that gentleman. നമസ്കാരം. കേസിൽ തന്നെ കുടുക്കി ഭയപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിലെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു സ്വപ്നയുടെ പ്രതികരണം. ഒരു കാര്യവുമില്ലാത്ത ചോദ്യങ്ങളാണ് പോലീസ് ചോദിച്ചതെന്ന് സ്വപ്ന പരിഹസിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ആരൊക്കെയാണ് സഹായിക്കുന്നതെന്നാണ് പോലീസ് ചോദിച്ചത്. MV ഗോവിന്ദനെ ഒരു പരിചയവുമില്ല. ഗോവിന്ദനെതിരെ നേരിട്ട് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടുമില്ല. വിജേഷ് പിള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത്. കേസിൽ കുടുക്കി ഭയപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നതെന്നും സ്വപ്ന കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ പിൻവലിക്കണമെന്ന് ദൂതനായ വിജേഷ് പിള്ള വഴി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും 30 കോടി വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വപ്ന സുരേഷ് ആരോപിച്ചത്. ഇതിനെതിരെ തളിപ്പറമ്പ് CPM ഏരിയ സെക്രട്ടറി K സന്തോഷ് നൽകിയ പരാതിയിലാണ് സ്വപ്നയ്ക്കെതിരെ കേസെടുത്തത്. ഗൂഢാലോചന, കലാപാഹ്വാനം, വ്യാജരേഖയുണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. വിജേഷ് പിള്ളയും കേസിൽ പ്രതിയാണ്. എന്തായാലും ഈ ചോദ്യം ചെയ്യലിനിടെയും ശക്തമായി തന്നെയാണ് പിണറായി സർക്കാരിനെതിരെയും CPM-നെതിരെയും ഇതിലെ കള്ളക്കളികൾക്കെതിരെയും സ്വപ്ന സുരേഷ് ആഞ്ഞടിച്ചിരിക്കുന്നത്. സ്വപ്ന മാധ്യമങ്ങൾക്ക് പറയുന്ന ബൈറ്റിൽ ഇതെല്ലാം വിശദമായി തന്നെ അടങ്ങിയിട്ടുണ്ട്. വളരെ ക്ലിയർ കട്ടായിട്ടാണ് സ്വപ്ന സുരേഷ് ഓരോ കാര്യങ്ങളും പറയുന്നത്. സ്വപ്ന സുരേഷ് എന്തായാലും പിണറായിയും കൊണ്ടേ പോകൂ എന്നുള്ളത് ഇക്കാര്യത്തിലൂടെ ഒന്നുകൂടെ വ്യക്തമാവുകയാണ്. സ്വപ്ന സുരേഷിന്റെ വാക്കുകൾ. And I don't know what are they up to. What is Kerala police up to? I have no clue. Well, I have already given enough and more evidences. ഞാൻ ഇൻറ്റൻഷണൽ അല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ബാംഗ്ലൂർ പോലീസിന് ഞാൻ FIR ഫയൽ ചെയ്തു. അപ്പോൾ അവരെന്നെ വഴക്ക് പറയുക. അത് കേസ് ക്വാഷായില്ലേ? They were torturing. You know, they are torturing and they are bringing in perceptions which I have not discussed at all. You understood? So, എന്നോട് ഒരാൾ വന്ന് ഇന്നാര് പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മിസ്റ്റർ ഗോവിന്ദനെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് വിജേഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു, എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി. അതിന് 30 crores ഓഫർ ചെയ്തു, പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക, ചോയ്സ് ഓഫ് മൈ കൺട്രി, ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം. അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത്. അവർ അയൽക്കാരാണ്, അവർ ഫ്രണ്ട്സാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രണ്ടാണ്. ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതാണ്. എനിക്ക് ഈ ഗോവിന്ദൻ മാഷ് ആരാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് ജനിച്ചു വളർന്നത്, ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ആൻഡ് neither am I related to that gentleman. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം എന്തോ? ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരിക്കലും പിന്മാറുന്നില്ല. ഇങ്ങനെ എന്നെ പല കേസിൽ കുടുക്കിയിട്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ്. വിജേഷ് പിള്ള ഈ 30 കോടി വാഗ്ദാനം ചെയ്തു എന്നുള്ള താങ്കളുടെ ആരോപണത്തിൽ അത് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്? 100% ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാംഗ്ലൂർ പോലീസിന് പരാതി കൊടുത്തതും. ഇവിടെ അവരെന്നെ എന്തൊക്കെയോ പേരിൽ വിളിച്ചു വരുത്തി. ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് വിജേഷ് പിള്ള എന്നാണ് എനിക്കിന്ന് അവരുടെ ചോദ്യോത്തര ഒരു ഇതിനകത്ത് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ തെളിവുകൾ എന്തെങ്കിലും ഹാജരാക്കിയിട്ടുണ്ടോ? ഗൂഢാലോചന നടന്നു എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവ്? ഞാനിന്ന് ഇവിടെ വന്നത് ഈ ഗൂഢാലോചന കേസിൽ ഏതോ ഒരു കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു
party member കൊടുത്ത കേസ്, some defamation case against Mr. Govindan and the Honorable Chief Minister. But what I have understood is, ഞാൻ എന്നെൻ്റെ ഫൈറ്റ് തുടങ്ങിയോ അന്ന് മുതൽ പല കേസിലായിട്ട് എന്നെ കുടുക്കിയിട്ട് എന്നെ സൈലന്റ് ആക്കാനുള്ളൊരു ശ്രമമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾ ഇറലവൻറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഇറലവൻറ്റ് മീൻസ് അവരെന്നോട് ചോദിക്കുകയാണ്, രവി പിള്ളൈ, യൂസഫ് അലി തുടങ്ങിയവരുടെ എതിരെയുള്ള എവിഡൻസസ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാം ഫേസ്ബുക്ക് വഴി. എവിടെയാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ആരുടെയൊക്കെ സഹായങ്ങളാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിയുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ്? ഒരു തരം ടോർച്ചർ. ഫ്രം ദിയർ ക്വസ്റ്റനിങ്, ഫ്രം ദിയർ ഇൻട്രഗേഷൻ, എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ വിളിച്ചു വരുത്തിയത് ഇറ്റ്സ് ബേസിക്കലി ഫോർ നത്തിങ് but to cover the culprits, but to cover certain people who are behind all these things. എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ ജെന്റിൽമാനെ ഇതിനു മുമ്പ് അറിയത്തില്ല. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരിക പുള്ളിക്കാരൻ ഒരു എക്സ് മിനിസ്റ്റർ ആണെന്ന്. 2016 ഞാൻ CM ആയിട്ട് ഒഫീഷ്യലി റിലേറ്റഡ് ആവുന്ന സമയത്ത് ഐ നെവർ ന്യൂ ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ജെന്റിൽമാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും, ബിക്കോസ് ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്. ഇത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോൾ ദി ആർ ടെല്ലിങ് മീ, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് എക്സ് മിനിസ്റ്ററിനെ ഞാൻ അറിയാത്തത്, എന്തിനാണ് ഞാൻ അദ്ദേഹത്തിന് പറയുന്നതെന്ന്. വീണ്ടും ഞാൻ പറയണം, വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു തേർഡ് പേഴ്സൺ എൻ്റെ അടുത്ത് വന്നിട്ട് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഗോവിന്ദൻ എന്ന ജെന്റിൽമാനെ കുറിച്ച് പറയുന്നു, 30 crores ഓഫർ ചെയ്യുന്നു. ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വഴി പറഞ്ഞു, ഇത് ഞാൻ മീഡിയയോട് പറഞ്ഞു. അവരെന്നോട് പറയാണ്, മീഡിയയോട് എന്തിനാണ് സംസാരിക്കുന്നത്? മീഡിയ എൻ്റെ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പബ്ലിക്കിനോട് പറയുള്ളൂ. ഇതൊന്നും ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടെന്ന് ഐ ഡു നോട്ട് നോ. ED ദേ ആർ ആസ്കിങ് മീ. ED വിജീഷ് പിള്ളയോട് എന്തൊക്കെയോ ഈ കേസിനെ കുറിച്ച് ചോദിച്ചു, 30 കോടിയെ കുറിച്ച് ചോദിച്ചു. EDയോട് ആരടുത്താണ് ഞാൻ ഈ വക വിവരങ്ങൾ പറയുന്നത്? EDയിൽ എൻ്റെ സുഹൃത്താരാണ്? ഇതൊക്കെയാണ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ. സോ ഐ തോട്ട് ഐ മസ്റ്റ് ടെൽ യു, ഓൾ ഓഫ് യു, ദാറ്റ് എന്തെങ്കിലുമൊക്കെ കേസിൽ കുടുക്കിയിട്ട് എന്നെ ഭയപ്പെടുത്തി എന്നെ പിന്നിലോട്ട് വലിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. അവർ ചോദിക്കുകയാണ് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും നല്ല ജോലി എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഇതൊക്കെ ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ എന്ന് അറിയില്ല.